പ്രണാമം. മനുഷ്യന്റെ ചിന്തകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു അത്ഭുതകരമായ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ ചിന്തകളിൽ എല്ലാ ചിന്തകളും നമ്മളുടെ ശരിയായ സ്ഥായിയായ ഒരു വിശേഷണം എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ചിന്തകൾ വന്നു പോവുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് തന്നെ എത്ര ചിന്തകളുണ്ടെന്ന് പോലും നമ്മളുടെ കുട്ടികളായിരിക്കുമ്പോൾ ചിന്തകളുടെ നമ്പറിൽ തന്നെ വ്യത്യാസമുണ്ട്. അഡൽട്സിലേക്കായി വരുമ്പോഴേക്ക് ചിന്തകളുടെ എണ്ണം കൂടി വരും. നമുക്ക് നമ്പർ ഓഫ് ചിന്തകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം ചിന്തകൾ വരുന്നുണ്ട്. അതിൽ നമ്പർ ഓഫ് ചിന്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരേ ചിന്തകൾ തന്നെയാണ് നമ്മളിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരേ തരം ചിന്തകൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഈ ചിന്തകൾക്ക് ഒരു പ്രത്യേക അടിസ്ഥാന തത്വമുണ്ട്. ഒരു മനുഷ്യന്റെ പ്രകൃതവും ഈ ചിന്തകളും തമ്മിൽ അടിസ്ഥാനമായി ഒരു പ്രകൃതമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരേ തരം ചിന്തകൾ തന്നെ ഓരോരുത്തർക്കും വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക രീതിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഒരേ ചിന്തകൾ തന്നെ നമ്മളിൽ റിപ്പീറ്റ് ചെയ്യുന്നു? ആ ചിന്തകളുടെ പ്രത്യേകത എന്താണ്? നമ്മളിൽ വരുന്ന ഓരോ ചിന്തകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മളിൽ വരുന്ന ചിന്തകൾ ഇമോഷണൽ ആയിരിക്കും, നെഗറ്റീവ് വികാരങ്ങളുള്ള ചിന്തകളായിരിക്കും നമ്മളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നെഗറ്റീവ് ചിന്തകളുള്ള ഈ ചിന്തകൾ റിപ്പീറ്റ് ചെയ്യുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് നമ്മളിലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മളിൽ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് അതേ ചിന്തകൾ വരുന്നത്. ഇനി വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഈ ചിന്തകളുമായി വളരെ കണക്റ്റഡ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഈ നെഗറ്റീവ് ഇമോഷൻസുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഹൃദയത്തിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയത്തിൻ്റെ ഇമോഷൻസ് വളരെ ഹാപ്പി ആയിട്ടുള്ള മൂഡും സ്നേഹബന്ധങ്ങളും നിലനിർത്താനുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളും വികാരങ്ങളുമുള്ള ഒരവയവമാണ് ഹൃദയം. പക്ഷേ എപ്പോഴാണോ നെഗറ്റീവായ വികാരങ്ങൾ നമ്മൾ കടന്നുകൂടുന്നത്, ആ ഹൃദയത്തിൻ്റെ താളത്തിൽ വ്യത്യാസം വന്നു തുടങ്ങും. അപ്പോൾ ഇത്തരം നെഗറ്റീവായ വിഷയം വന്നു തുടങ്ങിയാൽ ആ ഹൃദയത്തിൻ്റെ താളവും ഹൃദയത്തിലുള്ള ഫ്ലൂയിഡിനുള്ള ഇംബാലൻസും, അവിടെ ബ്രെയിൻ ചില നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് ഹൃദയത്തിന്റെ താളത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ഓർഗൻസിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഓരോ അവയവങ്ങളും, നമ്മുടെ ലിവർ ആയിക്കോട്ടെ, ഇന്നർ ഓർഗൻസ് പോലെ തന്നെ ഔട്ടർ ഓർഗൻസ്, നമ്മുടെ കൈകൾ, കാലുകൾ, കണ്ണുകൾ, അതുപോലെ തന്നെ ശരീരത്തിന് ഇന്നർ ഓർഗൻസ്, നമുക്ക് കിഡ്നി, കുടലുകൾ, ആമാശയം, ഇങ്ങനെയുള്ള അവയവങ്ങളിലൊക്കെ ഓരോരോ വികാരങ്ങൾ നമ്മളിൽ പറയപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആ വികാരങ്ങൾ, നെഗറ്റീവ് വികാരങ്ങൾ എവിടെ വരുന്നുവോ അപ്പോഴൊക്കെ ഈ ഇമോഷണലായിട്ട് നമ്മുടെ ഓരോ അവയവങ്ങളിലും കണക്ട് ചെയ്യപ്പെടുന്നു. ആ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിലെ ഇമോഷണൽ ഇംബാലൻസ് വരുമ്പോൾ ഈ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ, ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ചില രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നിടത്തോളം ഒരു രജിസ്ട്രേഷനായി നിലനിൽക്കും. അതായത് നമ്മുടെ ബ്രെയിനാണ് ഇതിനെല്ലാത്തിനും കാരണം. ബ്രെയിനിൽ വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രകൃതം മാറുന്നു എന്നർത്ഥം. അതിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആൻസൈറ്റി ഉണ്ടാക്കുന്ന ചിന്തകൾ വരാൻ തുടങ്ങി. ഒരു സിറ്റുവേഷൻ വന്നു, ആൻസൈറ്റി ഒരു തവണ വന്നു. പിന്നീട് ആ ആൻസൈറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് ബ്രെയിൻ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അത് വയറിൻ്റെ ആമാശയ ഭാഗത്തായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോഴേക്ക് നമ്മളുടെ ആമാശയത്തിൽ വരുന്ന പ്രത്യേക ഇംബാലൻസും ഉണ്ട്, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇംബാലൻസും ഉണ്ട്. അതവിടെ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ നിലനിൽക്കും, നെഗറ്റീവായിട്ട് നിലനിൽക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആമാശയത്തിന് വീണ്ടും അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒരു മാഗ്നറ്റിക് പവർ പോലെ അട്രാക്ട് ചെയ്യും.
ഓരോ അവയവങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൈകൾക്കാണെങ്കിലും കാലുകൾക്കാണെങ്കിലും ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ എപ്പോഴാണോ ആ വികാരം നമ്മളിൽ നിന്ന് പോകുന്നത്, നമുക്ക് അങ്ങനെയുള്ള ആൻസൈറ്റി എന്നുള്ള വികാരത്തിന് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. പേടി എന്നുള്ള വികാരത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഈ വികാരത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് നമ്മളിലുള്ള ആ ഓർഗൻസിനുള്ള സ്ട്രെങ്ത് കൂടും. കാരണം അത് ശരിയായ രീതി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾ സങ്കടം വരുമ്പോഴേക്ക് കരയും, കണ്ണുകളിലാണ് അത് ബാധിക്കുന്നത്. നമുക്ക് മറ്റ് ഇമോഷൻസ്, ഏത് ഇമോഷൻസ് വരുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസിൽ അത് ബന്ധപ്പെടുന്നുണ്ട്. ഇതെല്ലാം ബാധിക്കുന്നത് നെഗറ്റീവായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഓർഗൻസിനും നെഗറ്റീവായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് പോകും. ആ അട്രാക്ഷൻ സാഹചര്യങ്ങളായിട്ടും ചിന്തകളായിട്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു വികാരം വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവായ വികാരം ഒരു വ്യക്തിയെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തിയാകുവാനായിട്ട് അല്പം പ്രയാസമാണ്. അത് വളരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അതിലൂടെ കടന്നു പോയാലോ, നമ്മൾ അതിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകാനുള്ള പോകുമ്പോഴോ ആണ് ആ ഒരു ഇമോഷണൽ ഡിസോർഡറിൽ നിന്നും ആ അവയവം രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ അവയവം എങ്ങനെ രക്ഷപ്പെടുന്നുവോ അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് ആ അവയവത്തിനുള്ള പ്രശ്നങ്ങൾ മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവിധ ഫിസിക്കൽ അസുഖങ്ങളും ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇമോഷൻസ് മാറുമ്പോൾ ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അസുഖങ്ങളും മാറും. അപ്പൊ എത്രത്തോളം നമ്മുടെ ഈ ഇമോഷൻസ് നമ്മുടെ അസുഖങ്ങൾക്കുമായിട്ട്, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവും. ഞാൻ വളരെ ആധികാരികമായി പറയാം, ഇമോഷൻസും ശരീരവും ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ, ഓരോ അവയവങ്ങളും ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ഇമോഷൻസ് നമ്മളിൽ നിന്ന് മാറ്റിയാൽ തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടായിട്ടുള്ള 80% അസുഖങ്ങളും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇമോഷൻസിനെ എങ്ങനെ കളയാൻ പറ്റും എന്നുള്ളത് നോക്കി അത് മനസ്സിലാക്കി അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഒരു തവണ അടിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു തവണ വരുന്ന വികാരങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്കുണ്ടാവുന്ന ഈ വികാരങ്ങൾ, ദേഷ്യം, ദുഃഖം, അസ്വസ്ഥത, ഉത്കണ്ഠ, അങ്ങനെയുള്ള എല്ലാ ഇമോഷനുമായിട്ടും ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ അവയവങ്ങൾ അപ്പോൾ നമുക്കറിയാവുന്ന, നമുക്കിപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നവരെ പ്രത്യേകിച്ച് നോക്കിയാൽ അറിയാം അവർ ഏതൊക്കെ തരത്തിലുള്ള ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഉത്കണ്ഠ, വയറ് സംബന്ധമായ അസുഖങ്ങൾ വരുന്നവർക്ക് ഉത്കണ്ഠ സംബന്ധമായ, ഉത്കണ്ഠകുലമായ ഒരു ജീവിതം നയിച്ചിട്ടുള്ളവർക്കായിരിക്കും വയറ് സംബന്ധമായ അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഭയങ്കര ചിന്തകളും ഫ്യൂച്ചറിലുള്ള വലിയ പ്ലാനിങ്ങുകളും അതിനെക്കുറിച്ചുള്ള നഷ്ടബോധങ്ങളും ഒക്കെ ഉള്ളവർക്ക് കാലുകൾക്കും അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ട് മറ്റുള്ളവരുമായിട്ടോ കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ടുള്ള വൈകാരികമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ഈ തൊണ്ടയിലും അതുപോലെ ഈ കൈകളിലും ഷോൾഡേഴ്സിലും ഒക്കെ അസ്വസ്ഥതകൾ വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ഇമോഷണലായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകളോ ഒക്കെ വരുന്നവർക്ക് ഈ ഷോൾഡർ ബാക്ക് ഭാഗങ്ങളിലായിട്ടൊക്കെ പെയിൻ വരിക, അസ്വസ്ഥത വരിക, അത് ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണത് വരിക. അപ്പം അങ്ങനെ ഓരോ ഇമോഷൻസും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്കതുപോലെ തന്നെ ആ ഇമോഷൻസിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ അവയവങ്ങളെ രക്ഷപ്പെടുത്താനും സാധിക്കും. ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് ഇത്തരം ഇമോഷൻസിനെ നമ്മുടെ ശരീരത്തിൽ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ പല അസുഖങ്ങളും നമുക്ക് നമ്മുടെ ഓർഗൻസ് സ്ട്രോങ് ആക്കിക്കൊണ്ട് പല അസുഖങ്ങളിൽ നിന്നും മുക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ശരിയായ നിയന്ത്രണത്തിൽ എത്തിക്കൊണ്ട് ശരീരത്തിലെ അവയവങ്ങളെ സ്ട്രോങ് ആക്കുക,
നല്ലൊരു ജീവിതം നയിക്കുക, സുഖകരവും സന്തോഷവും ആരോഗ്യപ്രദവുമായ ജീവിതത്തിലേക്ക് എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.